വർക്ക് കംപ്ലീറ്റ് പക്ഷേ ബാക്കപ്പിന് ഒരു സിസ്റ്റം ഇല്ല. നമ്മളെ ലാപ്ടോപ്പ് കുറച്ച് കംപ്ലൈൻറ്റ്. ഹാർഡ് ഡിസ്കിലാണല്ലേ? ഹാർഡ് ഡിസ്കിലാണ്. ഇവിടുത്തെ ആരുടെ സിസ്റ്റത്തിൽ ഓരോരുത്തരും ഓരോ അവർ വർക്ക് ചെയ്ത് പ്രശ്നങ്ങളോ? എന്നൊരു കാര്യം ചെയ്യ്, എൻ്റെ സിസ്റ്റത്തിലെ കോപ്പി. അല്ല അപ്പം സാറിന്റെ വർക്ക് അത് കുഴപ്പമില്ല, ഇത് കഴിഞ്ഞ ശേഷം മതി. ജിൻസി അല്ല ലാപ്പ് എടുത്തുണ്ട്. ടോം ഇന്നലെ രാത്രി തന്നെ ശ്രീനി സാർ അടിച്ചപ്പോൾ ഈ കാര്യം ഞാൻ അറിയാതെ ഞാൻ അപ്പോഴാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ എപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്, പക്ഷേ ഹെഡ് ഓഫീസിൽ ഇൻഫർമേഷൻ കിട്ടി കുറച്ച് ദിവസമായി. ഇത് ഞാൻ ഓൾറെഡി സബ്മിഷൻ ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോർഡ് മീറ്റിങ്ങിലെ. ഒരു മിനിറ്റ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ കളിക്കുന്നുണ്ടോ തോന്നുന്നു, കാരണം ഇതല്ലെങ്കിൽ ഇങ്ങനെ പ്രീപോൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഭയങ്കര തലവേദന. നമ്മളെ ഒതുക്കാൻ വേണ്ടി ആരെങ്കിലൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും സോ. എനിക്ക് ഡൗട്ട് ഐസക് സാറിനാണ് കേട്ടോ. നമ്മുടെ ട്രാൻസ്ഫറിന്റെ ഇഷ്യൂ കിടക്കല്ലേ, അതുകൊണ്ട് കൂടുതൽ എനിക്ക് കൊണ്ട് പുഷ് ചെയ്യാനും പറ്റില്ല. പക്ഷെ പണി അവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും കുഴപ്പമില്ല, ബാക്കപ്പ് ഉണ്ടല്ലോ. ഇത് ഇവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടേ ഇതിൽ കണക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? ശരി സാർ, താങ്ക് യു. പിന്നെ നിങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ പണിയെടുത്തല്ലേ? കുഴപ്പമില്ല, പൊക്കോ, ഞങ്ങളെ നോക്കിക്കോളാം അല്ലേ? കംപ്ലീറ്റ് ആണ്. വർക്കൊന്നുമില്ലേ? ഉണ്ട് സാർ, ആ ഫയലൊന്ന് ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. ഓക്കെ. നമ്മള് ഫുൾ ടൈം ഇവിടെ തന്നെയാണല്ലോ. മിസ് ക്രിസ്റ്റീന, എന്താണ് ഇവിടെ? എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ. താങ്കളുടെ ക്യാബിലേക്ക് വെക്കൂടെ? എന്റെ പുതിയ സ്പേസ് ഒരു സുഖം കിട്ടുന്നില്ല. ഇതാവുമ്പോ നല്ല കറക്റ്റ് പ്ലേസും ആണ്, നല്ല സുഖം. അതെല്ലാവർക്കും എപ്പോഴും സുഖം കിട്ടുന്നില്ല. അല്ല, ഒന്ന് എഴുന്നേറ്റ് പോയാൽ എനിക്കൊന്ന് ഇരിക്കായിരുന്നു. എന്താണ് ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്ന പോലെ. ഇവിടെ ഇരുന്നേ. പണിയൊന്നുമില്ല ചെയ്യാൻ. ഒരു പണിയില്ല, നീ ഇവിടെ ഇരിക്കുവാ. പോകുന്നില്ല. അല്ല, നമ്മുടെ മറ്റേ പ്രൊജക്ട് കംപ്ലീറ്റ് ആയില്ലേ? അതിപ്പോ നാളെ സബ്മിറ്റ് ചെയ്യണ്ടേ? പ്രൊജക്റ്റ് ഒക്കെ കംപ്ലീറ്റ് അവർ ഇന്നലെ ചെയ്തവര്. അവർക്ക് നൈറ്റ് ഇൻഫർമേഷൻ കിട്ടി. ശ്രീനി സാറ് കാരണോ അല്ലെങ്കിൽ പിന്നെ അത് ഡിലേ ആണ്. അങ്ങനെ ആ പണിയും പാളി. അവരിന്നലെ നൈറ്റ് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. നൈറ്റ് കംപ്ലീറ്റ് ചെയ്യേ? അതൊരു വഴിയില്ലല്ലോ. എന്തോ ഹാർഡ് ഡിസ്കിലുണ്ടെന്നോ എന്തോ സാറിന്റെ ലാപ്ടോപ്പിലുണ്ടെന്നോ. മറ്റേ സാറിന്റെ ലാപ്ടോപ്പ് എടുത്ത് ജെസിക്ക് കൊടുത്തേക്ക, മറ്റേ പ്രോജക്റ്റ് കോപ്പി ചെയ്യാനൊക്കെ ആയിട്ട്. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്ക് ഇയാൾക്ക് ഇയാളെ കാര്യം നോക്കിയാ പോരെ? എടാ, അവരിപ്പോ ഭയങ്കര ദോസ്തുക്കളല്ലേ, പഴയ പോലെ അല്ല. അമൽ സാർ മറ്റേ താൻ പറഞ്ഞില്ലേ, മറ്റേ നന്മയിൽ വിരിഞ്ഞ. ആദ്യം ഇവരെ തമ്മിൽ തെറ്റിക്കണം. ആരെ? ജസീനയും ടോമിനെ ആണെങ്കിൽ അത് വിചാരിക്കണ്ട കേട്ടോ, അതങ്ങനെ തന്നെ മാറ്റി വെച്ചോ. എടാ, അവരെ തമ്മിൽ തെറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് പിന്നെ ആദ്യം ഇപ്പൊ അമൽ സാറിന് ഇവരെയും തമ്മിൽ തെറ്റിക്കണം. അതെങ്ങനെ നടക്കും? ഇപ്പൊ അവർക്ക് അയാളുടെ അടുത്തൊരു വിശ്വാസമുണ്ട്, അതില്ലാണ്ടാക്കണം. അല്ല, നമ്മൾ ചെന്ന് പറഞ്ഞാൽ മതിയോ സാർ അവരെ വിശ്വസിക്കരുത്? എടാ, അതൊന്നും നടപടിയാവില്ല. എടാ, നമുക്ക് ചെയ്യാനേ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അതിനൊരു വഴി അമൽ സാറിന്റെ മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്ത് വഴി? അതൊക്കെ ഉണ്ട്, ഒരു വലിയ കഥയാ. എന്താണ് കഥ? പണ്ട് കമ്പനി ഹാർഡ് ഡിസ്ക് ജെസ്സിയുടെ അടുത്ത് അമൽ സാർ മോഷിച്ച് എന്റെ കൈ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യർ വിശ്വസിക്കുന്ന ടൈപ്പ് എല്ലാം പറ. സത്യ പറയണേ. ഈ തല എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എടാ അളിയ, വിശ്വസിക്കുന്നീ. അല്ല, എന്നിട്ട് അങ്ങനെ ശരിക്കും സംഭവിച്ചോ? എടാ, സത്യം ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ ആ ഹാർഡ് ഡിസ്ക് മോഷിച്ച് എന്റെ കൈ കൊണ്ട് തന്നു. എന്നിട്ട് അത് ജെസ്സിയുടെ കയ്യിൽ നിന്ന് മിസ്സായതാന്ന് പറഞ്ഞ് അവളെ കൊറേ ചീത്ത വിളിച്ചു. ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിച്ചോ? എന്നിട്ട് ആ ഹാർഡ് ഡിസ്ക് ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ അവര്? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ അങ്ങേർക്ക് മാനസാന്തരം വന്നപ്പോ അയാൾ എന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. എല്ലായ്പ്പോഴും മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കില്ലല്ലോ. അല്ല, ഈ കഥ ഈ സാഹചര്യത്തിൽ പറയാണ്ടായ കാരണം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അതിലേക്കാ ഞാൻ വരണേ. അന്ന് അങ്ങേര് പ്രയോഗിച്ച പരിപാടിയില്ലേ, നമുക്ക് ഒന്നും കൂടി അയാളെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും. ഇവിടെ അതൊന്നും നടക്കില്ല. താൻ എന്തെന്നീ പറയണ? വെറുതെ കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കണതൊക്കെ. എടാ മണ്ടി, അത് സാറിന്റെ അടുത്ത് പറഞ്ഞ് സാറിനെ അറിയിപ്പിച്ചോണ്ട് ചെയ്യിപ്പിക്കുന്നല്ല. സാറ് തന്നെ അറിയാതെ സാറിനെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും. അല്ല, നീ കുറച്ച് ഒന്ന് ഈസി ആക്കി പറയാമോ? എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ. എടാ, നീ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം.